നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎമ്മിന് കനത്ത തിരിച്ചടി. AC മൊയ്തീൻ MLA, MM വർഗീസ്, K രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് PMLA കോടതി. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ രാഷ്ട്രീയ പ്രേരിതമായ കേസിനെ നിയമപരമായി നേരിടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. കരുവന്നൂർ ബാങ്ക് കേസിൽ CPM നേതാക്കൾ വിചാരണ നേരിടണമെന്ന കൊച്ചി PMLA കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു പ്രതികരണം. മണലൂരിൽ ശക്തമായ കാറ്റിൽ മരം ഒടിഞ്ഞു വീണ് യുവാവിന് ദാരുണാന്ത്യം. തൃപ്പണത്ത് സുബ്രന്റെ മകൻ 28 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. മണ്ണമ്പേട്ട പൂക്കോട് കനത്ത മഴയിൽ വീട്ടുമതിൽ ഇടിഞ്ഞു വീണു. പൂക്കോട് നെടുമാത്തുമ്മൽ ശ്രീകാന്തിന്റെ വീടിന്റെ പുറകുവശത്തെ മതിലാണ് ഇടിഞ്ഞത്. ജില്ലയിൽ കാലവർഷം ശക്തം. ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ ദേശീയപാത തിരുവത്ര മേഖലയിൽ സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. തിരുവത്ര സൈഫുള്ള റോഡിന് സമീപവും അത്താണി കിഴക്ക് സർവീസ് റോഡിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി യുവജനക്ഷേമം കായിക വകുപ്പ് മന്ത്രി OJ ജനീഷിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ദേശീയപാത 544, 66 എന്നിവിടങ്ങളിലെ അറ്റകുറ്റപ്പണികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. കനത്ത മഴയിൽ തിരുവല്ലാമല ഗോപിക സ്റ്റോപ്പിന് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണു. മരം നിന്നിരുന്ന സ്ഥലത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ചായക്കടയും ഉണ്ടായിരുന്നെങ്കിലും ആളപായമില്ല. ചന്ദ്രാപിന്നി സെന്ററിൽ കടയടച്ച് വീട്ടിൽ പോകുകയായിരുന്ന വ്യാപാരിയെ പിന്തുടർന്നെത്തിയാൽ വ്യാപാരിയുടെ സ്വർണ്ണമാല കവർന്നു. കോലാന്ത്ര സ്റ്റോഴ്സ് നടത്തുന്ന ചന്ദ്രാപിന്നി സ്വദേശി കോലാന്ത്ര മനോഹരന്റെ 2.5 പവന്റെ സ്വർണ്ണമാലയാണ് കവർന്നത്. ജില്ലയിൽ ട്രോളിംഗ് നിരോധനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 9 മുതലാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കനത്ത ഇടിവ്. പവന് 2200 രൂപ കുറഞ്ഞ് 1,12,000 രൂപയും ഗ്രാമിന് 275 രൂപ കുറഞ്ഞ് 14,000 രൂപയുമായി. ഒല്ലൂർ സെന്ററിൽ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ കാർ ഭാഗികമായി തകർന്നു. മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിനൂരിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച പന്നിത്തടം സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം നടത്തി. പന്നിത്തടം നീണ്ടൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷാഫിദ്, ഭാര്യ ഷഹീന, ബന്ധു ചങ്ങരംകുളം സ്വദേശി ജഹാന എന്നിവരാണ് വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90ാം വാർഷികാഘോഷം തൃശൂർ ആകാശവാണി നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചേരൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിലെ ലോക പരിസ്ഥിതി ദിനാചരണം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അനിൽകുമാർ നിർവഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ലത്തീസിയ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ വർഗീസ് കുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 13, 14 തീയതികളിലാണ് തിരുനാൾ. അക്ഷരായനം സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 10ാമത് അക്ഷരായനം വായനോത്സവമായ അക്ഷരപ്പത്ത് ഈ മാസം 19-ന് ഓൺലൈനായി നടക്കും. എഴുത്തുകാരി ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ചലച്ചിത്ര നടൻ സലീം കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ കൊച്ചി അമൃത ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് സലീം കുമാർ. പയറുവർഗ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് കേരളത്തിന്റെ കാർഷിക ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച് സംസ്ഥാനത്തെ ആദ്യത്തെ ഉഴുന്ന് കൂട്ടുകൃഷിയുടെ വിളവെടുപ്പ് മുണ്ടൂർ താഴം കോൾപ്പടവിൽ നടന്നു. കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് T സിദ്ദിഖ് നിർവഹിച്ചു. തൃശൂർ സെന്റ് തോമസ് HSS തോപ്പിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്രിൻസിപ്പൽ PJ ജോഫി ഉദ്ഘാടനം ചെയ്തു. ഡീസലിന്റെ വില വർധനവിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ഉടമകൾ തിങ്കളാഴ്ച പ്രതിഷേധ മാർച്ച് നടത്തും. MLA രാജൻ ജെ പല്ലൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും.
കേരള ഹൈക്കോടതിയിൽ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി നിയമിതനായ അഡ്വക്കേറ്റ് ടി.എസ്. മായാദാസിന് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് വി.ആർ. ശ്രീകാന്ത് ഷാൾ അണിയിച്ച് ആദരിച്ചു. PMLA കോടതി പരാമർശത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് AC മൊയ്തീൻ MLA. കേസിനെ രാഷ്ട്രീയമായി BJPയും പ്രതിപക്ഷവും ഉപയോഗിക്കുന്നുവെന്നും AC മൊയ്തീൻ. കാലവർഷം ശക്തമായതോടെ തീരപ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. വെള്ളം ഒഴുകിപ്പോകുന്നതിനായി അറപ്പ തുറന്നു. എറിയാട് എടവിലങ്ങ് പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള പുതിയ റോഡ് കടപ്പുറത്താണ് ഇരു പഞ്ചായത്തുകളും റവന്യൂ വകുപ്പും ചേർന്ന് അറപ്പ തുറന്നത്. വരവൂർ പഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പുതിയ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ആഘോഷിച്ചു. MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ക്ഷയരോഗമുക്ത ഭാരത യജ്ഞത്തിന്റെ ഭാഗമായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 100 ദിന പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയിൽ ചെങ്ങാലൂരിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ചെങ്ങാലൂർ മറവാഞ്ചേരി പൊന്മാണിശ്ശേരി അന്തോണിയുടെ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞത്. കുളവെട്ടി മരങ്ങളുടെ സംരക്ഷണവും വ്യാപനവും ഏറ്റെടുത്ത് എളവള്ളി പഞ്ചായത്ത്. MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് കുളവെട്ടി മരങ്ങളുടെ സംരക്ഷണ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. പാലപ്പള്ളിയിൽ വിനോദസഞ്ചാരികൾ മധ്യവയസ്കനെ കുത്തി പരിക്കേൽപ്പിച്ചു. പുലിക്കണ്ണി സ്വദേശി അബ്ദുൽ ഖാദറിനാണ് കുത്തേറ്റത്. കാറിൽ രക്ഷപ്പെട്ട പ്രതികളെ എച്ചിപ്പാറയിൽ നിന്നും പിടികൂടി. കുന്നംകുളത്ത് ഓപ്പറേഷൻ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി കുക്കറിലെ ചോറിൽ ഒളിപ്പിച്ച കഞ്ചാവ് കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് അടപ്പോട്ടി സ്വദേശി തെങ്ങിങ്കൽ വീട്ടിൽ ബിനീഷിനെ അറസ്റ്റ് ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.